We are moving to the next problem. Find the value of C guaranteed by the mean value theorem for integrals for f of x is equal to 4x minus 2x on the interval closed interval 0 to 1. Okay. നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, ഫോർ മൈനസ് 2x എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, ഏതാണ് ഇൻ്റർവെല്ലിൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2 എന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, നമ്മളോട് പറയുന്നത് എന്താണ്, മീൻ വാല്യൂ തിയറം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സി എന്ന് പറയുന്ന ഒരു നമ്പർ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പോവാം. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 2x ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയത്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. എവിടെയാണ്? ഓൺ ദ ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2 എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറം ഫോർ ഇൻ്റഗ്രൽ സ്റ്റേറ്റ് ദാറ്റ് there exists a number c in between 0 and 2 such that f of c is equal to 1 by b minus a into integral a to b f of x dx എന്ന് പറഞ്ഞു അല്ലേ. നമുക്കിവിടെ അറിയുന്ന കാര്യമാണ് a എന്ന് പറയുന്നത് 0, b എന്ന് പറയുന്നത് 2 ആൻഡ് f of x എന്ന് പറയുന്നത് is equal to 4 minus 2x എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് f of x is equal to എന്താണെന്ന് അറിയാം, 4 minus 2x എന്നറിയാം. അങ്ങനെയാണെങ്കിൽ f of c എന്ന് പറയുന്നത് എത്രയായിരിക്കും, എന്തായിരിക്കും, 4 minus 2c ആയിരിക്കും. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഫോർ എഫ് ഓഫ് സി ആൻഡ് 1 by b എന്ന് പറഞ്ഞ ഇവിടെ 2 ആൻഡ് a എന്ന് പറയുന്നത് 0 ആൻഡ് ഇൻ്റർവൽ a to b എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 minus 2x എന്ന് പറയുന്നത് നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, അതായത് ഇതേ ഇസ് ഈക്വൽ ടു ആണ് നമ്മൾ പറഞ്ഞതിന് 1 by 2 ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ 0 to 2 നമ്മൾ എന്ത് ചെയ്യാണ്, 4 dx മൈനസ് നമ്മൾ അടുത്തത് എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ 0 to 2 2x dx എന്ന് വരും. പിന്നെ അടുത്ത സ്റ്റെപ്പിലാണ് 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, ദെൻ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെഫിനിഷൻ അല്ലേ, അതായത് ഇൻ്റഗ്രൽ ഓവർ സി ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഇൻറ്റു ബി മൈനസ് എ, ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് 4 ഇൻറ്റു 2 മൈനസ് 0 എന്നും. പിന്നെ നമ്മൾ അടുത്ത എക്സിൻ്റെ റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. സോ ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതും ചെയ്തു അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എങ്ങനെയാണ്, 4 minus 2c is equal to 2 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 4 minus 2 which is equal to minus 2c അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, 2c എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 4 minus 2 എന്ന് പറയുമ്പോൾ 2 is equal to 2c എന്ന് പറയും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് c is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, 2 by 2 എന്ന് പറയാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് c is equal to 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മീൻ വാല്യൂ തിയറം പ്രകാരം ഗ്യാരണ്ടി ചെയ്യുന്ന ആ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, c is equal to 1 എന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്രയായിരുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു, സിമ്പിളാണ്. അടുത്ത തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് 1 എന്ന് പറയുന്നത്. നമുക്ക് രണ്ടുണ്ട്, സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറും ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് നോക്കാം. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ഒരു പുതിയ ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഇൻ ടേംസ് ഓഫ് സ്മോൾ ലെറ്റർ എഫ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് f of x is equal to integral a to x f of t dt where x varies within the interval a b, that is a less than or equal to x less than or equal to b എന്ന് പറഞ്ഞാൽ is differentiable ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഏത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ അത് ഏതിൽ ഡിഫറൻഷ്യബിൾ ആണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. എങ്ങനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം എന്താ, ഇവിടെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എഫ് ഓഫ് ടി എന്നാണ് കിട്ടുക. പക്ഷേ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. നമ്മൾ ആ വേരിയബിൾ മാറ്റുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് പറയുന്നത്, അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രൂഫ് വരുന്നത് നോക്കാം. ലെറ്റ് എക്സ് ബി ദ പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള ഏതൊരു പോയിന്റ് ആയിട്ട് എക്സ് ചൂസ് ചെയ്യാം. ആൻഡ് എച്ച് ബി ദ ആർബിട്രറി സ്മാൾ റിയൽ നമ്പർ സച്ച് ദാറ്റ് എക്സ് പ്ലസ് എച്ച് ഇൻ ക്ലോസ്ഡ്
ഇൻ്റർവെൽ എ ബി അല്ലേ. നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെ ഒരു പോയിന്റ് നമ്മൾ എക്സ് എന്ന് എടുത്തു. പിന്നെ നമ്മൾ ചെയ്യുകയാണ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചൂസ് ചെയ്യുകയാണ്, എക്സ് പ്ലസ് എച്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ബിലോങ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്മാൾ നമ്പർ എച്ച് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ ഓഫ് എഫ് പ്രകാരം അല്ലേ നമുക്ക് ഇനി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു, ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്നായിരുന്നു അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എഴുതാൻ പറ്റും. അതായത് എവിടെ എക്സ് ആവുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എച്ച് ആവുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് എന്തായിട്ട് മാറും, എക്സ് പ്ലസ് എച്ച് ആയിട്ട് മാറും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻ്റഗ്രൽ എ ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. പിന്നെ എഫ് ഓഫ് എക്സിന് മൈനസ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഇൻ്റഗ്രലിനെ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. ഈ ഇൻ്റഗ്രലിനെ മാറ്റി എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, അഡിറ്റിവിറ്റി റൂൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഞാനിതിന് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും എ എക്സ് പ്ലസ് എച്ചിൻ്റെയും ഇടയ്ക്ക് ഞാനൊരു പോയിന്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് എക്സ് എന്ന് പറഞ്ഞ്. എന്നാൽ ഞാൻ രണ്ട് ഇൻ്റർവെല്ലാക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഈ ടേം അങ്ങനെ തന്നെ ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി എന്നാണ്. അപ്പോൾ ഈ ടേമും കൂടിയും ക്യാൻസൽ ചെയ്ത് പോയി റിമൈനിങ് നമുക്ക് എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി എന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ളത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദിസ് ടേമിന് രണ്ട് സൈഡിൽ നമ്മളൊരു ഡിവൈഡഡ് ബൈ എച്ച് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 1/h ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയും വിച്ച് ഇസ് ഈക്വൽ ടു 1/h ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി എന്ന്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ പറയുകയാണ് അക്കോർഡിംഗ് ടു മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ദ വാല്യൂ ഓഫ് ദ ലാസ്റ്റ് എക്സ്പ്രഷൻ ഇൻ ഇക്വേഷൻ 1 ഏതാണ് ഈ ഒരു പോർഷൻ, ദ വാല്യൂ ഓഫ് ദ ലാസ്റ്റ് എക്സ്പ്രഷൻ ഇൻ ഇക്വേഷൻ 1 ഈസ് വൺ ഓഫ് ദ വാല്യൂ ടേക്കൺ ബൈ എഫ് ഇൻ ദ ഇൻ്റർവൽ ജോയിനിങ് എക്സ് ആൻഡ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് അല്ലേ. അതായത് എക്സ് കോമ എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഏതൊരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂ എന്ന് പറയുന്നത് ഏത് അസ്യൂം ചെയ്യുന്ന പറയുന്നത്, എഫ് അസ്യൂം ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു ഏത് ടേം എന്ന് പറയാൻ പറ്റും, ഈ ഒരു ടേം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/h ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് എഴുതി. ഇങ്ങനെ നമുക്ക് ആ സി പറയാൻ പറ്റിയ ബൈ മീൻ വാല്യൂ തിയറം പ്രകാരമാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ കാര്യം നോക്കിക്കേ, എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഈ ടേം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു, ദിസ് ടേം ഈസ് ഈക്വൽ ടു ദിസ് എന്നും കിട്ടിയിരുന്നു. അപ്പോൾ നമുക്കിത് ഈക്വൽ അല്ലേ, ഇതേ ഈക്വൽ ടു ദിസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, എഫ് ഓഫ് സിനോട് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ഫ്രം 1 and 2 വി ഹാവ് കൺക്ലൂഡ് ദാറ്റ് ദിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് ആസ് എച്ച് ടെൻഡിങ് ടു 0, എച്ച് 0 ടെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യാം, എക്സിലോട്ട് അപ്രോച്ച് ചെയ്യും അല്ലേ. അങ്ങനെയല്ലേ, എച്ച് 0 പോകുന്ന സമയത്ത് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് എന്തിലോട്ടാണ് പോവുക, എക്സിലോട്ട് പോകും. ഓക്കെ, ആൻഡ് ഹെൻസ് ദ നമ്പർ സി വിച്ച് ഈസ് സ്ക്യൂസ്ഡ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു എക്സ് എന്ന് പറയുന്നത് അല്ലേ. അതപ്പോൾ നമ്മൾ പറയുന്നതാണ് എക്സിൻ്റെയും അതുമാതിരി തന്നെ എക്സ് പ്ലസ് എച്ചിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന സി എന്ന് പറയുന്ന നമ്പറും എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും, എക്സിലോട്ട് അപ്രോച്ച് ചെയ്യും. എപ്പോൾ വെൻ എച്ച് ടെൻഡിങ് ടു 0 ആയതുകൊണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് എടുത്തത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആവണം. അപ്പോൾ എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ആണ്. സി അപ്രോച്ചസ് ടു എക്സ് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്തിലോട്ട് അപ്രോച്ച് ചെയ്യാം,
എഫ് ഓഫ് എക്സിലോട്ട്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞ് എച്ച് ടെൻഡിങ് ടു 0 ആവുന്ന സമയത്ത് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നതും ടെൻഡിങ് ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ പെർട്ടിക്കുലർ എക്സിൻ്റെയും എക്സ് പ്ലസ് എച്ചിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന സി എന്ന് പറയുന്നതും എന്തിലോട്ട് അപ്രോച്ച് ചെയ്യും? എക്സിലോട്ട് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എഫ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് സി വിൽ ബി അപ്രോച്ചസ് ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെ എഴുതാൻ പറ്റിയ, അതായത് സി approaches to x implies that f of c approaching to f of x. ഇപ്പോൾ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവുന്ന കേസിലാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞതിന് നമ്മളിപ്പോൾ എഴുതുകയാണ്. എങ്ങനെ എഴുതി? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് സി. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എഫ് ഓഫ് എക്സ്, കാരണം എന്താ? എഫ് കണ്ടിന്യൂസ് അറ്റ് സി അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. ഇനി ഇതൊന്ന് നോക്കിക്കേ, നമ്മളിത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാറ്? ഇത് എന്തിൻ്റെ കണ്ടീഷനായിരുന്നു? നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടീഷൻ അല്ലേ? ഇങ്ങനെ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? അത് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആയി കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. എവിടെ? അറ്റ് ദ പോയിന്റ് എക്സ്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വീണ്ടും വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതായത് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫ് ഓഫ് സി. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടി. അതായത് എഫിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമുക്കിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നുണ്ടായിരുന്നത് അല്ലേ? ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്കിവിടെ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? അതായത് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. നമ്മളത് പ്രൂവ് ചെയ്തു അല്ലേ? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു ചെറിയ റിമാർക്ക് പറയുന്നുണ്ട്. റിമാർക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് അല്ലേ? മുകളിൽ എഴുതിയ കണ്ടീഷനാണ് എന്ന് പറയുന്നത്. അത് ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫിനും എന്താണ്? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ ഈ എഫ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് സം അതർ ഫംഗ്ഷൻ, വേറെ ഒരു ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആവും എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ്, അതായത് ഒന്നുമില്ല, എത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ എഫ് എന്നുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ബോത്ത് സൈഡ്സും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്താ വിളിക്കുക? ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഇത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അതായത് ഈ എബോവ് തിയറം ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ആർ ഇൻവേഴ്സസ് വൺ ഈച്ച് അതർ എന്ന് പറയും. അതായത് ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ ഫംഗ്ഷനും ഇൻവേഴ്സ് ഫംഗ്ഷനും പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടും ഇൻവേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് മാത്രം ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലം ആണ് പറയുന്നത്. നമുക്കിവിടെ ഇവാലുവേറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻ. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഒക്കെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഓക്കെ, നമ്മളിത് അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? റൂട്ട് 1 + ടി സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ടി സ്ക്വയർ അതിൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് 1 + ടി സ്ക്വയർ ആണ്. ആ ഫംഗ്ഷൻ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നു റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമ്മൾ ആ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ട് അത് കണ്ടിന്യൂസ്, എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ കണ്ടിന്യൂറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പോർഷനിൽ ഒരുപാട് മെത്തേഡൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം പ്രകാരം നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? y ഈസ് ഈക്വൽ ടു ദിസ് എന്നാണ് തന്നിട്ടുള്ളത്. ഈ എഫ് ഓഫ് ടി നമ്മൾ എവിടുന്ന് എഴുതിയ ഇതിൻ്റെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരിക്കുന്നത്? എഫ് ഓഫ് ടി എന്ന് വിളിച്ചിരിക്കുന്നത്. നമ്മളോട് എന്താ ഇനി പറയാൻ പറഞ്ഞിട്ടുള്ളത്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ബോത്ത് സൈഡ്സിലും ഡി ബൈ ഡി
എക്സ് ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ടേം എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരിക ഡി വൈ ബൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ദിസ് ടേം എന്ന് പറയും. അങ്ങനെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു അതായത് റൂട്ട് 1 + t² എന്നാണ് നമുക്ക് വരിക. പക്ഷെ നമ്മളിവിടെ എക്സിൻ്റെ ടേംസിൽ പറയുന്നത് കൊണ്ട് തന്നെ നമ്മളിതിനെ ഒന്ന് വേരിയബിൾ മാറ്റിയത് വിച്ച് ഇസ് ഈക്വൽ ടു 1 + x². രണ്ടും സെയിം ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയുക എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. അത്രയും കാര്യങ്ങളല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ക്യാൻസലായി പോകുക എപ്പോൾ മാത്രമാണ് ഈ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ആവുന്ന കേസിൽ മാത്രമേ പറ്റുള്ളൂ. അവിടെ വേറെ എന്തെങ്കിലും എക്സ് അല്ലെങ്കിൽ ടി ഒക്കെ ഒരു സിമ്പിൾ വരിക, അല്ലെ എക്സ് ടി അല്ലെങ്കിൽ സെറ്റ് വൈ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ നമുക്കത് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലാത്ത കാര്യം നമുക്ക് അറിയേണ്ടി വരും. ഇവിടെ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to √x sin t² dt എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റിയത്? ഇവിടെ എക്സിന് പകരം എന്തായിരുന്നു √x ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹിയർ ദ അപ്പർ ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഈസ് നോട്ട് എക്സ് അല്ലേ, എന്താണ് √x ആണുള്ളത്. സോ ടു ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് വി ട്രീറ്റ് വൈ ആസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറയുന്നതിനെ നമ്മളൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. ഇങ്ങനെയായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്, ഇങ്ങനെയായിരുന്നു വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to √x sin t² dt എന്നായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് √xനെ യു എന്ന് വിളിക്കുകയാണ്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു √x എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറും വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to u sin t² dt എന്ന് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ t². അതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ് ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രകാരം നമ്മൾ ബോത്ത് സൈഡ്സിൽ എന്ത് ചെയ്യാണ് ഡി വൈ ബൈ ഡി യു കണ്ടുപിടിക്കുകയാണ്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആക്ച്വലി ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളിപ്പോൾ വേരിയബിൾ മാറ്റുമല്ലോ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഡി വൈ ബൈ ഡി യു ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി യു ഓഫ് ഇൻ്റഗ്രൽ 0 to u sin t² ഇൻറ്റു ഡി ടി എന്നാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ യു ആണ്, ഇവിടെയുള്ള ലിമിറ്റ് യു ആണ്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും കൂടി ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് അത് എന്ത് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ t² എന്ന് വരും അല്ലേ. ഇപ്പം നമ്മളിവിടെ ഉള്ളത് ഏതാ ഫംഗ്ഷനാണ് യുവിൻ്റെ ടേം. ഇപ്പം നമ്മൾ യുവിൻ്റെ ടേംസിലോട്ട് മാറ്റുക സൈൻ u² എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും എഫ് ഓഫ് യു കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത് ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് കാണുക. അതായത് നമ്മൾ യു ഇസ് ഈക്വൽ ടു എന്താണ് √x ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് √x വിച്ച് ഇസ് ഈക്വൽ ടു 1/2 √x എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക കോമ്പോസിറ്റ് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യാറ്? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. നമ്മളിവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാണ്. എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റുക ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി യു നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് സൈൻ u². അതിവിടെ കൊടുത്തു. ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1/2 √x എന്നാണ്. നമ്മൾ തിരിച്ച് അതായത് യു ഇസ് ഈക്വൽ ടു √x എന്നല്ലേ നമ്മൾ എടുത്തായിരുന്നത്. അതിൽ നിന്ന് യുവിനെ ഇൻ ടേംസ് ഓഫ് എക്സിലോട്ട് മാറ്റി എഴുതണം. അത് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുക നമുക്കിവിടെ യു ഇസ് ഈക്വൽ ടു √x. ഇവിടെ എന്താണുള്ള u². ഇപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും u² ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ഇപ്പോൾ ഈ u² പകരം നമ്മൾ ഇനി എന്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്താ വരിക സൈൻ എക്സ് ഇൻറ്റു 1/2 √x എന്ന് നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്ത് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എപ്പോഴാണ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 √x എന്ന് കിട്ടിയത്. ഓക്കെ, എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ നോക്കുക, ഇതേമാതിരി തന്നെയാണ്. ഇവിടെ എന്താണ് അപ്പർ ലിമിറ്റ് വ്യത്യാസമുണ്ട് അല്ലേ. എക്സ് അല്ല ടാൻ എക്സ് ആ തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് യു ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്തിട്ടാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തത് എങ്ങനെയാണ് ചെയ്യുന്നത്. ലെറ്റസ് പുട്ട് യു ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് കൊടുത്തു. ഇപ്പോൾ വൈ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും ഇൻ്റഗ്രൽ 0 to u dt ഡിവൈഡഡ് ബൈ 1 + t² എന്ന് പറയാം. നമുക്ക് ഈ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 + t² എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അതായത് ശരിക്കും നമ്മൾ ആ കണ്ടിന്യൂസ് ഓൺ ഏത് ഇൻ്റർവെല്ലാണെന്നൊക്കെ പറയണം. ഇവിടെ ശരിക്കും അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവുക. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് 0
അല്ലാത്ത സമയത്തൊക്കെ കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ 0 ആവുന്ന പോസിബിലിറ്റി ഇവിടെ നോക്കുക, ഇവിടെ 0 ആവുന്ന പോസിബിലിറ്റി കോംപ്ലക്സ് നമ്പേഴ്സേ വരുള്ളൂ, റിയൽ നമ്പേഴ്സ് വരില്ല, അതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് പണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വേഗം പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെ എഫ് ഓഫ് ടി സിക്വൽ ടു 1/1+t² എന്ന് എടുത്തത്, അതായത് നമ്മളിവിടെയുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള ടേംസിനെയാണ് എടുക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഉള്ളിലുള്ള എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ബോത്ത് സൈഡ്സ് എന്ത് ചെയ്യാണ്, dy/d നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് dy/dx ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ യു എന്ന് പറയുന്ന വേരിയബിൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വേരിയബിൾ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, dy/du കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു d/du ഓഫ് ഇൻറ്റഗ്രൽ 0 to u dt ഡിവൈഡഡ് ബൈ 1+t². അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ കിട്ടുക, 1/1+t². ഈ ഡി ടിയും പോകും കേട്ടോ. ഡി ടി ഫോർ കറസ്പോണ്ടിങ് ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ട് മാത്രമേ വരുന്നുള്ളൂ. 1+t² എന്ന് വരിക. നമുക്കിവിടെ ഉള്ള ഈ വേരിയബിൾ ഏതാണ്, യു ആണ്. സോ യുവിൻ്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 1/1+ എന്ത് വരും, u² എന്ന് വരും അല്ലേ. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, എഫ് ഓഫ് യു എന്ന് വിളിക്കുകയാണ്. ഓക്കെ, എത്രയും അവിടെ എഴുതി വെച്ചു. നമ്മൾ എന്ത് ചെയ്യണം, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് c²x എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക, അതായത് dy/dx is equal to dy/du into du divided by dx. dy/dx നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തായിരുന്നു, അതിവിടെ കൊടുത്തു. ഇൻറ്റു du/dx ഇവിടെ കൊടുത്തു അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന കാര്യമായിരുന്നു, നമ്മൾ യുവിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. യു എന്താ നമ്മൾ എടുത്തിട്ടുള്ളത്, tan x എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ യുവിൻ്റെ ടേം ഏതാ ഉള്ളത്, u² ആണ്. u is equal to tan x. അപ്പോൾ u² എന്ന് പറയുമ്പോൾ എന്ത് വരും, tan²x. സോ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, c²x ഡിവൈഡഡ് ബൈ 1+tan²x എന്ന് നമുക്ക് കിട്ടും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അത് എഴുതിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള റിലേഷനാണ് എന്താണ്, c²x മൈനസ് tan²x ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, c²x ഈസ് ഈക്വൽ ടു 1+ tan²x എന്ന് പറയും. അപ്പോൾ ഈ താഴെ കിടക്കുന്ന 6²x ഡിവൈഡഡ് ബൈ 1+tan²x വേണ്ടി നമ്മൾ എന്തിനെ കൊടുക്കുകയാണ്, എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, c²x. നമുക്ക് എന്താ വരിക, 6²x ഡിവൈഡഡ് ബൈ 6²x അത് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 1 വരും അല്ലേ. സിമിലർലി നമുക്കിനി ലാസ്റ്റ് ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ y is equal to integral 0 to x² cos t dt. ഇപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം, u is equal to എന്ത് ചെയ്യാം, x² കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം അല്ലേ. നമ്മൾ പറഞ്ഞ അതേമാതിരി തന്നെയാണ് ചെയ്ത് നോക്കാം, ആരുടെങ്കിലും ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇനി അടുത്തത് പറയുന്നത്, നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് ടുഗദർ വിത്ത് എ ഇനീഷ്യൽ കണ്ടീഷനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടുഗദർ വിത്ത് ഈ ഇനീഷ്യൽ കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഇക്വേഷൻ എന്താ പറയുക, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലേ, അല്ലെങ്കിൽ ആ സൊല്യൂഷൻ അതിനെ പറയുക ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. നമ്മളോട് പറയുകയാണ് എക്സ്പ്രസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആസ് എൻ ഇൻറ്റഗ്രൽ. തന്നിട്ടുള്ള ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ നമ്മൾ ഒരു ഇൻറ്റഗ്രൽ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോത്ത് സൈഡ്സിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു +c എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് y of 0 = 4 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിവിടെ dy/dx = sec x എന്നാണ്. ഇപ്പോൾ നമ്മൾ അതിനെ f of x = sec x എന്ന് വിളിക്കാം. f of x എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എക്സെപ്റ്റ് വെൻ എക്സ് ഈസ് നോൺ സീറോ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയുന്നത്. അതായത് 0 അല്ലാത്ത ഏതൊരു ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് π/2 എടുക്കുന്ന സമയത്തൊക്കെ എന്താണ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ an ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ വിത്ത് ദ ഇനീഷ്യൽ പോയിന്റ് 0 നോട്ട് കണ്ടെയ്നിങ് π/2 എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനീഷ്യൽ പോയിന്റ് 0യും π/2 കണ്ടെയ്ൻ ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യാം. ആ ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിസ്കസ് ചെയ്യുക. കാരണം എന്താ, π/2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ π/2 വന്നു കഴിഞ്ഞാൽ അവിടെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അതിനാണ് π/2 ഇല്ലാത്തൊരു ഇൻ്റർവെല്ലിൽ എടുത്തിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ,
നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ ഉള്ളത് ഇൻറ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി. നമ്മളിതിൻ്റെ മുന്നേ ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ ഇതൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പം നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ചൂസ് ചെയ്തിരിക്കുന്നത് സീക്ക് എക്സ് എന്നാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇൻറ്റഗ്രൽ 0 to x സീക്ക് എക്സ് ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ ഫോം ചെയ്തേക്കാണ് എഫ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x സീക്ക് ടി ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റഗ്രൽ 0 to x സീക്ക് സ്ക്വയർ എക്സ് ഡി ടി. ഇപ്പോൾ ഈ രണ്ടുകൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്കിത് എന്ത് വരും സീക്ക് എക്സ് എന്ന്, അതായത് സീക്ക് ടി എന്ന് വരും. ഇവിടെ വേരിയബിൾ എക്സ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റിയാൽ സീക്ക് എക്സ് എന്നാക്കിയിട്ട് അത് മാറ്റും അല്ലേ. ഇപ്പോൾ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും സീക്ക് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതിയ ഡിഫൈൻ ചെയ്ത ഓക്കെ നമുക്ക് അങ്ങനെ കിട്ടും ഡി വൈ ബൈ ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് നോക്കിക്കേ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എഫിനും വൈക്കും സെയിം ഡെറിവേറ്റീവ് ആണ് ഉള്ളത് അല്ലേ. അതായത് നമുക്കിവിടെ ഏതോ ഒരു ഫംഗ്ഷൻ വൈ ഉണ്ടായിരുന്നു, നമുക്ക് വൈ എന്താണെന്ന് അറിയില്ല, ആ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീക്ക് എക്സാണ് കിട്ടിയത് അല്ലേ. അതുമാതിരി നമ്മൾ ഇനി പുതിയൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തു, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലേ. എന്താ ചെയ്തത് ഡി എഫ് ഡിവൈഡ് ബൈ ഡി എക്സ് ചെയ്തപ്പോഴും നമുക്ക് സീക്ക് എക്സാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ഫംഗ്ഷന് സെയിം ഡെറിവേറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനും കൂടി എന്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഞാൻ രണ്ട് ഫംഗ്ഷൻ എടുക്കുകയാണ് എക്സ് സ്ക്വയർ പ്ലസ് 1ഉം അതേമാതിരി തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2 കൊടുത്തു. പിന്നെ ഞാൻ രണ്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക 2x എന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് എന്താ ഒറിജിനൽ ഫംഗ്ഷൻസ് ഡിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ഏതാ 1 അല്ലേ. അതായത് ഇതിനോട് കൂടി ഒരു 1 കൂടി ആഡ് ചെയ്താലാണ് x+2 കിട്ടുക. അപ്പോൾ ആ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഡിഫർ ചെയ്യുന്നത് എന്തായിരുന്നു, ഒരു കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ അതേമാതിരി നമുക്ക് എഫിനും വൈക്കും സെയിം ഡെറിവേറ്റീവ് വന്നതുകൊണ്ട് ആ രണ്ട് ഫംഗ്ഷനും ഡിഫർ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ് y is equal to f of x plus c എന്ന് നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ നോക്കിക്കാൻ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്തു, നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എടുത്തു. അപ്പോൾ ഞാൻ ഇതിനെ y എന്ന് വിളിച്ചു, ഇതിനെ എഫ് എന്നും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഇത് x+2 ഇങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് y is equal to നമുക്ക് എന്ത് പറയാം f+1 എന്ന് എഴുതിക്കോടെ. അതേമാതിരിയാണ് ഇവിടെയും പറയുന്നത് y is equal to f of x plus c എന്ന് പറയുന്നത്. f of x നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിരിക്കണേ ഇൻറ്റഗ്രൽ 0 to x ct dt എന്ന് എഴുതി പ്ലസ് c എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. എന്താ തന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് y of 0 is equal to 4 എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളിവിടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാണ് അപ്പോൾ നമ്മൾ വൈന് 4 എടുക്കുന്ന സമയത്ത് എപ്പോഴായിരിക്കണം y is equal to 4 കിട്ടും, എപ്പോൾ x is equal to 0 കാണുന്ന സമയത്ത്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ x കാണുന്നിടത്തൊക്കെ 0യും കൊടുക്കുക, y കാണുന്നിടത്തൊക്കെ നമ്മൾ 4ഉം കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, അതായത് വൈന് 4 കൊടുക്കുമ്പോൾ ഇവിടെ 4 is equal to ഇൻറ്റഗ്രൽ 0 to 0 ct dt പ്ലസ് c എന്ന് വരും അല്ലേ. അപ്പം നമ്മളറിയാം ഇൻറ്റഗ്രൽ a to a f of x dx ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 0 ആണെന്ന് പറയാം. അപ്പോൾ ഈ ടേം ഇവിടെ എന്തായിട്ട് മാറും 0 ആയിട്ട്, കാരണം എന്താ ഇൻറ്റഗ്രൽ 0 to 0 ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറി 0 ആയിട്ട് മാറി. സോ നമുക്ക് എന്ത് ചെയ്യും 4 is equal to 0 plus c എന്ന് എഴുതാം, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് c is equal to 4. c is equal to 4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ സീക്ക് വരനി 4 തിരിച്ചു കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ എന്ന് പറയുന്നത് y is equal to ഇൻറ്റഗ്രൽ 0 to x ct dt പ്ലസ് 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ സൊല്യൂഷനെ നമ്മൾ എങ്ങനെ എഴുതി, ഇൻ ടേംസ് ഓഫ് എൻ ഇൻറ്റഗ്രൽ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ. അത് നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു, dy ബൈ dx എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്, ഈസ് ഈക്വൽ ടു ck x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, y കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ പറയുന്നത്. ആ yനെ നമ്മൾ എങ്ങനെ എഴുതിയത്, ഇൻ ടേംസ് ഓഫ്, നമ്മളോട് കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഇൻ ടേംസ് ഓഫ് എൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നതാണ്. സോ വി ഹാവ് സോൾവ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് എൻ ഇൻറ്റഗ്രൽ വെച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ചോദിക്കാം.